ലൈനപ്പ് എന്ന് പറഞ്ഞതാണ് ജസ്റ്റ് ഒരു വീട് ഇവിടെ കയറിയപ്പോ തൊപ്പി ഫാൻസ് ഒക്കെ നമ്മളെ വണ്ടീന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൂടെ പറഞ്ഞതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്താ പറയാ നമ്മള് വണ്ടി സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണെന്ന്. അപ്പൊ എന്താ പറയാ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇവരൊന്നും ലൈനപ്പായിട്ട് ഒരു വട്ടം നിർത്തി, പക്ഷെ ഫോട്ടോ എടുക്കാൻ മറന്നോണ്ട് അങ്ങനെ മറന്ന്. തൊപ്പി ഫാൻസ് കമന്റ് ചെയ്യട്ടോ ഗായ്സ്. അയാള് വണ്ടി ഇത് ഇവിടെ ലൈനപ്പ് ആക്കാനാ പറഞ്ഞേ. ഞാൻ ഇവിടെ ലൈനപ്പ് ആക്കിയിട്ടുണ്ട്. ഇയാളെ നമ്മൾ ഫ്രണ്ട് ആക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്ക. നമ്മൾ തമ്പനയിൽ കൊടുക്കാൻ പോലത്തെ ഫോട്ടോ ഇട്ടത്, തമ്പനയിൽ കൊടുക്കാനുള്ള ഫോട്ടോയായി. അപ്പൊ ഗായ്സ് എന്താ പറയാ, നമ്മളിനി ഇയാളൊന്ന് ഫ്രണ്ട് ആക്കട്ടെ. ബ്രോ മൈക്കുണ്ട്, നമുക്ക് ഇയാളൊന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാനുള്ള ഓപ്ഷൻ കാണില്ല. നമ്മള് എന്താ പറയാ ഇത് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ ലൈനപ്പ് അതിൽ വണ്ടി നിർത്തുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ ജസ്റ്റ് ഞാൻ ഫോർമാലിറ്റിക്ക് ഞാൻ വണ്ടി ഇട്ടതാണ്. ഞാൻ സ്റ്റിക്കർ നിങ്ങൾക്ക് വണ്ടിയിൽ കാണിച്ചു തരാൻ മറന്നുപോയി. നമ്മള് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. അപ്പൊ എന്താ പറയുക, ഇതാണ് നമ്മളെ സ്വന്തം സ്റ്റിക്കർ. MR ഗ്യാങ് തൊപ്പിന്റെ പേജിലും അത് ഫുള്ള് വണ്ടി സീനാക്കി. നമുക്ക് ഇവരോട് ചോദിച്ച അൺലോക്ക് ആക്കുന്നു. എന്താ പറയാ അൺലോക്ക് ആക്കിയെന്ന് തോന്നണേ. ലോക്കിന് ഇവിടെ എഴുതിയാണ്. നമ്മൾ ഡ്രൈവിംഗ് എക്സ്ചേഞ്ച് എന്ന് വെച്ചോക്കാം. എനിക്ക് എന്റെ വണ്ടി ആരോ കൊണ്ടുപോയിക്കണ്. എന്താ പറയാ, അപ്പൊ എനിക്ക് അയാളെ വണ്ടി ഓടിക്കാൻ തോന്നാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ അയാളെ വണ്ടി ഓടിക്കണേ. അവരോട് പറഞ്ഞു ഇത് 0 ടയറാണ്, ഇത് ഡ്രിഫ്റ്റ് ഒക്കെ ആവും എന്നോട് പറഞ്ഞത്. നമുക്ക് അവരോട് ചോദിച്ചോക്കാം. എന്താ പറയാ ഇയാള് BMW അൺലോക്ക് ആക്കണ എത്ര കുറെ വട്ടം പറഞ്ഞു, പക്ഷെ ഇയാള് അൺലോക്ക് ആക്കണ നമ്മളെ M5ന്റെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. M5 അല്ലേ, M4 ആയിട്ടാ വന്നിരുന്നവര്. നമ്മളെക്കാളും സെയിം സാധനത്ത് നമ്മളെ വണ്ടി അതാ, ഇത് നമ്മളെ വണ്ടി ഇതാ. ഗൈസ് എന്താ പറയാ തൊള്ളിനാ ബട്ടന് വരുന്നുള്ളൂ. നമുക്ക് സിഗ്മട്ട് എടുക്കും. ഇയാള് വണ്ടി എക്സ്ചേഞ്ച് ഓടിക്കാൻ തീരുമാനിച്ചിട്ട് തരില്ല. നമ്മൾ ഡ്രിഫ്റ്റ് ആക്കി നോക്കണ്. അയാൾ നമ്മളെ വണ്ടി കൊണ്ടേക്കണേ. നമുക്ക് ഈ എതിറ്റ് ഓഫ് റോഡ് പോയേക്കാം. എങ്ങനെ ഉണ്ടാവും? നമ്മളെ BMW തന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടലാണ് ഈ ഓഫ് റോഡ് കയറാൻ. അപ്പൊ നമ്മളെ സ്വന്തം ഈ വണ്ടി ഇങ്ങനെ ആവും നോക്കാം. ഇതിന് എൻജിൻ റൂം നേരെ നമ്മളെ എൻജി ഗെയിമർ വാസ് ഡിസ്കണക്ട് ആയി പോയിക്കണ്. നമുക്ക് അവിടെ സ്വർണത്തിന്റെ ഒരു കണ്ടതിൽ കഴിഞ്ഞാൽ മേടിക്കാൻ തീരാം. ഞാൻ ഈ റോഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ മുമ്പിലെത്തില്ലേ ഒരു വട്ടം ഇങ്ങനെ പോയി. നമുക്കിപ്പോ ആ പൈസ എടുക്കാനാ. അപ്പൊ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ ആക്കാം. അല്ലോ നമ്മളെ വണ്ടി പൊളിഞ്ഞ് 2 പീസായിട്ടല്ലോ. വണ്ടി 0 ഡ്രിഫ്റ്റ് തന്നെ. കേരള പോയി നമുക്ക് വിജയിച്ചിക്കണ്. എന്താ പറയാ ഇടാന്ന് പറഞ്ഞിട്ട് ഇടാ
അത് ഇടാ. എന്തിനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അല്ല ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഈ വണ്ടി എങ്ങനെ റോട്ടുമുഖത്തോ പറ എങ്ങനെയാ ഇനിയിപ്പോ റോട്ടുമുഖത്തോ നമ്മളാകെ പണി ബാധിച്ചിട്ടുണ്ട്. വണ്ടി പക്ക കയറ്റി ഡ്രിഫ്റ്റിന്റെ പോകുന്നിട്ടാ ഇതൊക്കെ ഫുള്ള് ഡ്രിഫ്റ്റ് പണ്ടാറ് വണ്ടി അളക്കുന്നു ചെയ്യാം. ദേഷ്യം പിടിച്ചിരുന്നു. എടാ വണ്ടി ഒന്ന് അളകിക്കൂടെ കല്ല് പിടിക്കണം നോക്കിയിട്ട് കാര്യമില്ല. ഈ വണ്ടി അത് അങ്ങനെ തോന്നി. ഈ വണ്ടിന്റെ ആക്സിലേറ്റർ എന്നിട്ടൊന്ന് പഠിച്ചോട്ടോ. ഒരു നെഞ്ച് പുണ്ണാക്കണമേ അപ്പാടമാണ് മണിക്കണമേ പുണ്ണാക്കണമേ. ഈ ക്യാറ്റ് കയറി ഞാൻ പാട്ടൊക്കെ പാടണം. ഇതൊരു പണ്ടാറും നമുക്ക് എങ്ങനെയെങ്കിലും ഗീയതെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടേണ്ടി വരും. പിന്നെ അക്തിയാണ് അവിടുന്ന് നമ്മളെ BMW അയാളുടെ ഓണർ ഓഫ് ഡിസ്കണക്ട് അയക്കണ്. അപ്പൊ നമുക്ക് നമ്മളെ BMW തിരിച്ചിട്ട് ഞാനിപ്പോ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ വയ്യ. നമ്മള് മാക്സിമം പക്ക പോകാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ വണ്ടി ചളിയാവും. ആകെ ഉണ്ടാക്കാൻ പൈസ നോക്കി 24,000 റുപ്യ. എന്താ പറയാ കുറച്ചേ ഉള്ളൂ. എന്താ പറയാ കല്ലുപൊടി ചളിയാവുമ്പോ നോക്കിട്ടേ പഠിപ്പിക്കണ പഠിപ്പിക്കണ ഒറ്റ വിടലാണ് വിടല്. വണ്ടി ചളി കഴിച്ചിട്ടുണ്ടാവും. നോട്ട് ഇഷ്യൂ ഞാൻ ചെയ്യും. അടത്തോളം സഹിക്കാണ് ഈ ഏകദേശം ചെളി വന്നിങ്ങനെ. പക്ഷെ അറിയുന്ന രീതിയിലല്ലോ കേട്ടോ. കുറച്ചാണ് എന്താ പറയാ സ്ക്രാച്ച് ആയിക്കണ് ഗൈസ്. ഞാൻ എന്താ പറയാ കുറച്ച് ദിവസമായിട്ട് അധികം സൗണ്ട് ഒന്നും എനിക്കില്ല. സോ നമ്മളെ BMW കാരനാണ് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളോട് ചോദിച്ചോക്കാം. പ്ലീസ് കാർ എക്സ്ചേഞ്ചിങ്. നെഞ്ച് പൊണ്ണാക്കണമേ എപ്പോഴും എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് നോക്കിയിട്ടില്ല. കാർ സോൾഡ് ചോദിച്ചോ നമ്മള് എന്താ പറയാ എക്സ്ചേഞ്ച് ആക്കുമെന്ന്. കണ്ടാക്കണേ ഇവിടെ ഫുള്ള് BMW തന്നെ ഉണ്ട്. BMW തന്നെ നമ്മള് BMW ഇപ്പം മുണുന്നുള്ളു. ഇന്നോട് ഈ പണ്ടാകും എന്ത് M5 പറഞ്ഞു ചോദിച്ചോ. വണ്ടി കത്തിച്ച് നമുക്കൊരു കത്തിക്കാം. വണ്ടി കത്തിച്ചപ്പോ അമ്മോട് കത്തിച്ച് ഇല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അപ്പൊ വൈസ് ഞാൻ ഇനി പറയണേ അത്ര സുഖം കിട്ടി. ഞാൻ ഫസ്റ്റിലാണ് സുഖം കിട്ടിയപ്പോൾ നടത്തുന്നുള്ളൂ. അപ്പൊ എന്താ പറയാ ഇനി ബാക്കി നാളെ